ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിനെയാണോ ആവശ്യം, അതോ പോർച്ചുഗലിനാണോ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ആവശ്യം? ഈ ഒരു ചോദ്യത്തോടെയാണ് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ യൂട്യൂബിലേക്ക് കൂതറക്കിക്കിങ് കയറി വരുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കന്നെ ചെയ്യരുത് കേട്ടോ. സോ ദിസ് ക്വസ്റ്റ്യൻ, റൊണാൾഡോയ്ക്കാണോ പോർച്ചുഗലിന് ആവശ്യം, അതോ പോർച്ചുഗലിനാണോ റൊണാൾഡോനെ ആവശ്യം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ പോർച്ചുഗലിന് റൊണാൾഡോനെ ആവശ്യമേ ഇല്ല. എന്നാൽ ഇപ്പോഴത്തെ പോർച്ചുഗൽ ആക്കിയത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോർച്ചുഗൽ ആക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. സോ അയാളെ ഈ ടീമിൻ്റെ എടുത്തുകൊണ്ട് ടീമിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി ഇഷ്ടം പോലെ ഫാൻ ബേസ് റൊണാൾഡോ കാരണം വന്ന പോർച്ചുഗലിന് അയാളുടെ അവസാനത്തെ ഒരു മേജർ ടൂർണമെൻ്റ് ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കപ്പ് എടുക്കാൻ പോർച്ചുഗൽ ടീമിലേക്ക് വന്നേ പറ്റുള്ളൂ. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗൽ എന്ന ടീമിൻ്റെ ഭാഗമാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. എസ്പെഷ്യലി മെസ്സി എന്നൊരു പ്ലെയർ, അയാളോട് ലോകമെമ്പാടും കമ്പാരിസൺ നടത്തുന്ന, ലോകത്തിൽ തന്നെ ഗോട്ട് എന്നറിയപ്പെടുന്ന, വേൾഡ് കപ്പ് എടുത്തോട് കൂടിയിട്ട് മെസ്സിയിൽ നിന്നും റൊണാൾഡോനെ വേർതിരിച്ച് നിർത്തുന്നത് ഒരു വേൾഡ് കപ്പ് ട്രോഫിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ടൂർണമെൻറ്റിൽ പോർച്ചുഗൽ വേൾഡ് കപ്പ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും റൊണാൾഡോ ഫാൻസിൻ്റെ ഒരു ആവേശം? ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. കാരണം റൊണാൾഡോനെ ഞാൻ വെറുതെ പറയില്ല കേട്ടോ, പോർച്ചുഗലിന് ശരിക്കും റൊണാൾഡോനെ ആവശ്യമുണ്ടോന്ന്. കാരണം ആവശ്യമുണ്ട്, 100% ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ട്രൈക്കർ ഒരു മെൻ്റൽ ഗെയിം ഡൗൺ ആയി കഴിഞ്ഞാൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ളത് നമ്മൾ അൽ നാസറിൽ റൊണാൾഡോ കാണിക്കുന്നത് കണ്ടു. സോ വി ഓൾറെഡി നോ ഹൗ കേപ്പബിൾ ഹീ ഈസ് ആൻഡ് ഹൗ മെൻ്റലി ഹീ ക്യാൻ സപ്പോർട്ട് ദ ടീം ഈവൻ ഓഫ് ദ പിച്ച്. അതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ നിങ്ങൾ പോർച്ചുഗലിൻ്റെ ടീമിനൊന്ന് എടുത്തു നോക്കിയേ. കീപ്പർ, അടിപൊളി കീപ്പർ. ബാക്ക് ലൈനിൽ നോക്ക്, റൂബൻ ഡിയാസ്, നൂനോ മെൻഡസ്, ജുവാവോ കാൻസെലോ. ഇനി ആരാണ് വേണ്ടത്? ജുവാവോ കാൻസെലോ ബാർസയിൽ പറന്ന് കളിക്കുന്ന സമയത്താണ് ഈ വേൾഡ് കപ്പ് വരുന്നത് നമ്മൾ ആലോചിക്കണം. മിഡ്ഫീൽഡ് വേൾഡ് കപ്പിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡുള്ള ഒരു കൺട്രിയാണ് പോർച്ചുഗൽ. വിറ്റീനിയ, ജുവാവോ നെവസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, ഇവരെല്ലാവരും കൂടി വരുന്നതോട് കൂടിയിട്ട് പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡിൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. ഫ്രണ്ടിൽ റാഫാലിയോ, റൊണാൾഡോ, പെഡ്രോ നെറ്റോ. ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഫസ്റ്റ് 11. ഇതെന്താണ്, ഇത് കറക്റ്റാണ്, എത്രത്തോളം ശരിയാണ്, ഇത് തന്നെ ആയിരിക്കുമെന്ന് അറിയില്ല. കാരണം ഈ ഒരു ടീം, ഈ മാർട്ടിനസ് എന്നുള്ള കോച്ച് വന്നതിന് ശേഷം ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ആകെ ഒരേ ഒരു തോൽവിയാണ് പോർച്ചുഗൽ ഇന്നേ വരെ തോറ്റിട്ടെന്നാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്താം. ഈ നേഷൻസ് കപ്പ് അടിച്ചു, റൊണാൾഡോൻ്റെ പവർ നമ്മൾ കണ്ടു. ഇപ്പോൾ അത് പി എസ് ജിന്ന് 4 പേരാണ് പോർച്ചുഗലിൽ നിന്ന് ജയിച്ചിട്ട് ആ മെൻറ്റാലിറ്റിയോടെ വരുന്നത്. അതേപോലെ സൗദി ലീഗ് നോക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതോടൊപ്പം നമ്മൾ എഴുതി തള്ളിയ ജുവാവോ ഫെലിക്സും കൂടിയാണ് വരുന്നത്. ജുവാവോ ഫെലിക്സ് ആ ക്ലബിലെ അല്ലെങ്കിൽ ആ ലീഗിലെ തന്നെ പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ടാണ് വരുന്നത്. സോ ഇത്രയും എനർജിയും പോസിറ്റിവിറ്റി ആയിട്ടാണ് പോർച്ചുഗൽ എന്ന് പറയുന്ന ഒരു ടീം വരുന്നത്. ഇനിയുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, ക്യാൻ റൊണാൾഡോ പ്ലേ 90 മിനിറ്റ്സ് ഇൻ ദി വേൾഡ് കപ്പ്? ഈസ് റൊണാൾഡോ കേപ്പബിൾ ഓഫ് പ്ലേയിങ് 90 മിനിറ്റ്സ് ഓഫ് ദി വേൾഡ് കപ്പ്? അല്ലെങ്കിൽ റൊണാൾഡോനൊരു എല്ലാ ടൂർണമെൻറ്റും കളിക്കാനുള്ള ഒരു ശക്തി റൊണാൾഡോയ്ക്ക് ഉണ്ടോ? റൊണാൾഡോന് ആവശ്യമുണ്ടോ? അതോ എന്തായിരിക്കും പോർച്ചുഗലിൻ്റെ ടാക്ടിക്സ് എന്നറിയാൻ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പം ഞാൻ വേൾഡ് കപ്പ് കാണാൻ തുടങ്ങിയത് സത്യം പറയുകയാണെങ്കിൽ 2010 അല്ലേ? സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പ് 2010 14, 18, 22, 26 ഇയേഴ്സ്. 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പാണ് എൻ്റെ ഫസ്റ്റ് തൊട്ടിട്ടുള്ള കളി കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് വരെയുള്ള ഫൈനൽ വരെ കണ്ട എൻ്റെ ഒരു കംപ്ലീറ്റ് ബോധത്തോടെ, അതായത് ചെറുപ്രായത്തിൽ ഉള്ള വേൾഡ് കപ്പ് ഞാൻ ഫുള്ള് കണ്ടത്. അതിന് മുന്നുള്ള ഫൈനലും ക്വാർട്ടറൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ടീമുകൾ അനലൈസ് ചെയ്തിട്ട് എന്താണ് ഒരു ടീം എവിടത്തോളം എത്താൻ പറ്റും, എല്ലാ ടീമിനെയും കുറിച്ചൊരു വിലയിരുത്തലും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് 2010. ആ വേൾഡ് കപ്പിൽ പോർച്ചുഗലിന് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഫാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എൻ്റെ നാട്ടിൽ ഷാരോണേട്ടൻ ഉണ്ടായിരുന്നു, ആൾ ഇംഗ്ലണ്ടായിരുന്നു. പിന്നെ അർജൻറ്റീനയ്ക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്, ഒബ്വിയസ്ലി ബ്രസീലിന് ഫാൻസ് ഉണ്ട്, ഫ്രാൻസിന് ഫാൻസ് ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ, ഇറ്റലിക്ക് ഫാൻസ് ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ, സ്പെയിന് ഫാൻസ് ഉണ്ടായിരുന്നില്ല. പോർച്ചുഗലിന് ഒരു ജിത്തുവായിട്ടുണ്ടായിരുന്നു, ഒരാളങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പോർച്ചുഗലിന് ഫാൻസ്. അത് ഇപ്പോൾ എന്തോരം ആൾക്കാരാണ് നാട്ടിൽ പോർച്ചുഗലിന് ഫാൻസ്. അത് ആര് കാരണം ഉണ്ടായതാണ്? ഫിഗോ കാരണം ഉണ്ടായതാണോ? ഒരിക്കലും അല്ല. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളൊരു മഹാൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളൊരു ലെജൻഡ്, ആളുടെ കളി മികവ്, ആൾക്കുണ്ടായ ഫാൻ ബേസ് കൊണ്ടാണ് പോർച്ചുഗൽ ഈ ഒരു ഫാൻ ബേസ് നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്തത്.
ഈ ട്രംപ് തന്നെ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ മിനിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് നിങ്ങളുടെ കൺട്രിയിലെ ഏറ്റവും അടിപൊളി ആള്, സോ ക്രിസ്ത്യാനോ റൊണാൾഡോ നിങ്ങൾക്കെതിരെ മത്സരിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രസിഡന്റ് ആയിരിക്കും അല്ലെ എന്നാൾ സർക്കാസ്റ്റിക്കായി ചോദിച്ചപ്പോൾ പ്രസിഡന്റ് നിശബ്ദനായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ഹീസ് ദാറ്റ് മച്ച് ഇൻഫ്ലുവൻഷ്യൽ. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഡസ് റൊണാൾഡോ നീഡ് പോർച്ചുഗൽ? ഡെഫിനറ്റ്ലി യെസ്. ആൻഡ് ഇഫ് യു ആസ്ക് മീ, പോർച്ചുഗലിന് റൊണാൾഡോന് അത്ര അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഹി നീഡ് ഹിം, ബട്ട് അത്ര അത്യാവശ്യമല്ല എന്നാണ് എൻ്റെ ടേക്ക്. നിങ്ങളുടെ ടേക്ക് എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ബിലോ. കൂടെ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പാത്ര